കോവിഡ് കാലത്ത് ഓടി നടന്നു ഞങ്ങൾ. നമ്മുടെ നാടിന്റെ ആരോഗ്യം കാക്കുവാൻ ഓടി നടന്നു ഞങ്ങൾ. രക്തസാക്ഷികളെ കണ്ടാലേ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് പറ്റത്തുള്ളൂ. പാവങ്ങളാകുന്ന വീട്ടമ്മമാരായ ആശമാരാ ഞങ്ങള്. രക്തസാക്ഷികളെ കണ്ടാലേ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് പറ്റത്തുള്ളൂ. പാവങ്ങളായ വീട്ടമ്മമാരായ ആശമാരാ ഞങ്ങള്. ആരോരുമില്ലാത്ത കാലത്ത് നടന്നു ഞങ്ങൾ. നമ്മുടെ നാടിന്റെ ആരോഗ്യം കാക്കുവാൻ ഓടി നടന്നു ഞങ്ങൾ. ആരോരുമില്ലാത്ത കോവിഡ് കാലത്ത് ഓടി നടന്നു ഞങ്ങൾ. നമ്മുടെ നാടിന്റെ ആരോഗ്യം കാക്കുവാൻ ഓടി നടന്നു ഞങ്ങൾ. മറ്റേ പാട്ടാണ് അനന്തോടെ പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കാന്ന് പറയാം. അനന്ത ഞങ്ങളെ പാട്ട് പഠിപ്പിക്കാമെങ്കിൽ പഠിക്കാം. ഒരു 4 വരി പല്ലവി. ഇത് പോട്ടെ. വരുന്നു. ആന്റി പാട്. അവർ കൊഞ്ചി പറഞ്ഞ കഥ, അവർ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ. അവർ കൊഞ്ചി പറഞ്ഞ കഥ, അവർ കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ടയെ കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചു കണ്ട് കോട്ടയിലെ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. പ്രിയപ്പെട്ട ബിന്ദുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു വരുന്ന സമരത്തിന്റെ പല ഘട്ടങ്ങളിലും ഞാൻ പോകാറുണ്ട്. അവർക്ക് വിജയാശംസകൾ അർപ്പിക്കാറുണ്ട്. ഒറ്റ കാര്യം പറയാനുള്ളൂ, ശ്രീ പ്രിയ സഹോദരി ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുന്ന ജാഥ എത്തുന്നതിന് മുമ്പെങ്കിലും
ആശാ സഹോദരിമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. സർക്കാരിൻ്റെ ആ ജനവിരുദ്ധമായ ജനദ്രോഹപരമായ ആ നിലപാട് അവർ തിരുത്തട്ടെ, യാഥാർത്ഥ്യബോധത്തോടുകൂടി കണ്ണു തുറക്കട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാ ആശംസകളും. ഈ സമരം തികച്ചും ന്യായമായ സമരമാണ്. ഈ സമരം വിജയിക്കേണ്ട സമരമാണ്. ഈ സമരം കേരളത്തിൻ്റെ മനസാക്ഷിയുടെ സമ്പൂർണ്ണ പിന്തുണയുള്ള സമരമാണ്. പ്രിയപ്പെട്ട ബിന്ദുവിനും മറ്റ് സഹോദരിമാർക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജയ് ഹിന്ദ്. സോയ ജോസഫ് പ്രസംഗം തുടരും. ശ്രീമതി രേഖ അശോകൻ, എന്റെ കൂടെ പ്രവർത്തിക്കുന്ന എന്റെ ആശാ വർക്കറും കൂടെ ഞങ്ങൾ ഫീൽഡിൽ മരുന്നുകളായിട്ട് പോകുന്ന സമയത്ത് ഒരു കേസ് പോലും ഞങ്ങൾക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്തൊന്നും നിങ്ങൾക്ക് കേന്ദ്രത്തിനോട് ചോദിക്കുക അല്ലെങ്കിൽ കേരളത്തിനോട് ചോദിക്കുന്നുള്ളൊരു വേർതിരിവ് അന്ന് നിങ്ങൾ കാണിച്ചിരുന്നില്ല. ഇന്നലെ ഒരു പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തി ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം, 100 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കൊടുക്കാനുണ്ടെന്നും കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ആശാ വർക്കർക്ക് ഓണറേറിയ ആയാലും ഇൻസെന്റീവ് ആയാലും വർദ്ധിപ്പിക്കേണ്ടതും ആണ് എന്ന് ആ വ്യക്തി പറഞ്ഞു. കൂടാതെ 16,000 രൂപ ഒരാശാ വർക്കർക്ക് ഒരു മാസം കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഏത് ആശാ വർക്കർക്കാണ് ഇത്ര നാളുകൾ കൊണ്ട് 16,000 രൂപ ഒരു മാസം വാങ്ങാൻ പറ്റിയിട്ടുള്ളത് എന്നൊന്ന് തെളിയിച്ചു തന്നാൽ നന്നായിരുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തെളിവുകളുണ്ട്. ആശാ വർക്കർക്ക് ഓണററി ആയാലും ഇൻസെന്റീവ് ആയാലും വരുന്നത് അക്കൗണ്ട് വഴിയാണ്. ഒരാളുടെ കയ്യിൽ ബൈ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഓണറേറിയം കൈപ്പറ്റുന്ന ആശാ വർക്കർമാർ കേരളത്തിലാണെന്ന്. ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങള് വെളിച്ചത്തിരുന്നുകൊണ്ട് ഇത് ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ഇരുട്ടാണെന്ന് മനസ്സിലാക്കാനും, രാത്രി നിങ്ങൾ ഇറങ്ങി നിന്നുകൊണ്ട് ഇത് പകലാണെന്ന് പറഞ്ഞാൽ പകലാണെന്ന് പറയാനും അത് കുറച്ചു കാലം മുമ്പാണ്. ഇനിയുള്ള സമയത്ത് അത്യാവശ്യം വിദ്യാഭ്യാസവും ജനങ്ങളായിട്ട് സമ്പർക്കത്തിൽ നടന്നുകൊണ്ട് ഒരുപാട് അറിവുകൾ ഈ ആശമാർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറയാറില്ലേ ആശമാർക്ക് വിദ്യാഭ്യാസമില്ല. വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ പോയി പഠിക്കൽ മാത്രമല്ല, ജീവിതം കൊണ്ട് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തി, ഒരു വനിതയാണെങ്കിൽ അവൾക്കറിയാം എന്താണ് ജീവിതം. അതാണ് അവളുടെ പഠനം, അതാണ് ജീവിതത്തിൽ അവൾ പഠിച്ച പാഠം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്കിവിടെ സംസാരിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ സമര നേതാവ്, നമ്മുടെ ഈ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബിന്ദു ചേച്ചി, അവരിതുവഴി ഒന്നും കണ്ടിട്ടല്ല നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഞങ്ങൾ ആശാ വർക്കറാണ്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വേദന കൂട്ടി കിട്ടിയാൽ അതിന്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ വ്യക്തിക്ക് ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ കാണുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം ആശാ വർക്കർ എന്താണെന്നും എന്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചാനലല്ലാതെ മറ്റുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് പഠിച്ചാൽ നന്നായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാശയ്ക്ക് ഒരു ദിവസം എത്ര വേതനം കിട്ടുന്നുണ്ടെന്ന്. ഞങ്ങൾ ചോദിക്കുന്നു, ഇപ്പം ബിന്ദു ചേച്ചി മിനി ചേച്ചിയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ, 100 രൂപയെങ്കിലും ഒരു ദിവസം വർദ്ധിപ്പിച്ച് തരാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ അത് CITU എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് നിങ്ങളുടെ മുന്നിൽ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊടുക്കും. ഇവിടെ ഇരിക്കുന്ന CITക്കാരായിട്ടുള്ള ഒരുപാട് ആശാ വർക്കർമാരെ നമുക്കറിയാം. അവർക്കെല്ലാം മാനസികമായിട്ട് നമ്മളോടൊപ്പം ഐക്യപ്പെട്ട് പോകണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ പേടിച്ചിട്ട് അവര് നമ്മളോടൊപ്പം വരുന്നില്ല. എന്നാലും ഒളിഞ്ഞും നെളിഞ്ഞൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മളെ സമരത്തിന് പോയപ്പോ അവിടെ കണ്ട് CIT ആയിട്ടുള്ള ഒരുപാട് വനിതകളാണ്. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവരാരും വന്നത്. ഞങ്ങള് സമരം ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബം പോറ്റാനാണ്, അല്ലാതെ നാട് സേവിക്കാനല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ജാഥ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കുറഞ്ഞ വാക്ക്, എനിക്കിനി ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല. ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല. ചൂണ്ടിക്കൂട്ടണം, ചൂഷണം നിർത്തണം, പോരടിച്ചു നേടുവാൻ ഉറച്ചു നീങ്ങണം. കൂലിക്കൂട്ടണം.
കൂട്ടണം ചൂഷണം നിർത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം ആസമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആസമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല മരണമാരികൾ പടർന്ന നാടിലൊക്കെ ആർദ്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തതും മരണമാരികൾ പടർന്ന നാളിലൊക്കെ ആർദ്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തതും മരണമേ മറന്നുവോ സാധു സ്ത്രീ ജനങ്ങളെ മരണമേ മറന്നു സാധു സ്ത്രീ ജനങ്ങളെ എഴുതുവാനുറച്ചു ഞങ്ങൾ ധീരരായി വരുന്നിതാ പ്രവാഹമായി കാലാൽപ്പട ആസമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആസമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല കൂലി കൂട്ടണം ചൂഷണം നിർത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം കൂലി കൂട്ടണം ചൂഷണം നിർത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ഒരുമിച്ച് പാടാം ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല 1 2 3 4 ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല കൂലി കൂട്ടണം ചൂഷണം നിർത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം കൂലി കൂട്ടണം ചൂഷണം നിർത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം കൂലി കൂട്ടണം ചൂഷണം നിർത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല വിശ്വജീവിതങ്ങളാണ് നഷ്ടബോധമൊന്നുമില്ല വിജയ വൈജയന്തി പാറും ആ പ്രഭാതമകലയല്ല വിശ്വജീവിതങ്ങളാണ് നഷ്ടബോധമൊന്നുമില്ല വിജയ വൈജയന്തി പാറും ആ പ്രഭാതമകലയല്ല സംഘശക്തിയാൽ തകർത്തിടും ദുരാന്തരെ പ്രഭക്ത ചൂഷണം നിറഞ്ഞ കോട്ടമത്തളങ്ങളെ സംഘശക്തിയാൽ തകർത്തിടും ദുരാന്തരെ പ്രഭക്ത ചൂഷണം നിറഞ്ഞ കോട്ട കൊത്തളങ്ങളെ പോരാളികൾ ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല കൂലി കൂട്ടണം ചൂഷണം നിർത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം കൂലി കൂട്ടണം ചൂഷണം നിർത്തണം പോരടിച്ചു നേടുവാനുറച്ചു നീങ്ങണം ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല താങ്ക് യു പോരാളികളെ നിങ്ങൾക്കായി
തൊഴിലാളികളും കർഷകരും ചൂഷിത ജനത ഇതൊന്നാകെ പ്രതീക്ഷയോടടി ചേരുകയായി അഭിവാദ്യങ്ങൾ സമരയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ. യാത്ര ഇതാ ഇതുവഴി കടന്നു വരുന്നു. സമരയാത്രയെ വരവേൽക്കുവാൻ, സമരയാത്രയിൽ അണിനിരക്കുവാൻ, വിജയിപ്പിക്കുവാൻ ഏവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഓണേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികളും കർഷകരും ഉയർത്തിയ പോരാട്ടം മലയാളികൾ കസേരയോടെ വലിച്ചെടുക്കും. ഇങ്ങോട്ട് അടുപ്പിച്ച് വിളിച്ചിട്ട് താഴോട്ട് വലിച്ചാൽ മതി. കാണാൻ വേണ്ടിയിട്ട് ആരാണുള്ളത്? മന്ത്രി ഇതുവഴി പോയെന്ന് പറയുന്നു. ഇതുവഴി ഈ സെക്രട്ടേറിയറ്റിലേക്ക് എന്തായാലും പോയില്ല. ഈ സമയത്ത് മന്ത്രി പോകണമെന്ന് ഇവിടെ വന്ന് കാണണം. മന്ത്രി ഞങ്ങളുടെ പാവപ്പെട്ട ആശമാരുടെ അവസ്ഥ വരും മഴയത്ത് ഈ കാലത്തൊന്നും നമുക്കിവിടെ നിൽക്കേണ്ട ഒരു ഗതികേട്. ഗവൺമെൻറ് ഇത് എന്താണോ കണ്ണു തുറന്ന് കാണണമെന്ന് പറഞ്ഞില്ല. ഇനി മുന്നോട്ട് എന്നും മഴയത്താണ് പറയുന്നത്. നമുക്ക് ഇത് കുടയിൽ പിടിച്ചുകൊണ്ടുള്ള നിൽക്കേണ്ട ഒരു അവസ്ഥ എന്താണ്? മന്ത്രിമാരെ കണ്ടില്ല എന്ന് നടിച്ചു നടക്കുന്ന ഒരവസ്ഥയിലാണ് ആശമാരെ ഈ പെരുമഴയത്ത് എത്തിയിരിക്കുന്നത്. പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അവസ്ഥ എങ്ങനെ ഇവിടെ കിടക്കുമെന്നുള്ളതാണ്. അവരുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ അവരുടെ കാര്യം എല്ലാം സെയിമായി. ഓഫ്